വെൽക്കം. റഹ്മാനാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ബയോകെമിസ്ട്രി സീരീസിൽ ഈ വീഡിയോ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസോർഡേഴ്സിനെ പറ്റിയാണ്, GSDs എന്ന് നമുക്ക് അബ്രിവേറ്റ് ചെയ്യാം. 7 തരം GSD പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാ. വേറെയും പലതരം GSDs ഉണ്ട്. ആൻഡ് ഈ 7 പഠിക്കാനുള്ള നിമോണിക് ആണ് വിക്ടോറിയസ്. V ഫോർ വിക്ടോറിയസ് പീപ്പിൾ ക്യാൻ ഓൾവേസ് മേക്ക് ഹിസ്റ്ററി ടുഡേ. ഇതാണ് ഒരു നിമോണിക്. അല്ലെങ്കിൽ വില്ലനിയസ് പ്രസിഡന്റ് കോൾസ് ആൻഡ് മോളസ്റ്റ് ഹെർ ടുഡേ, അങ്ങനെയും പറയാറുണ്ട്. ആൻഡ് ടൈപ്പ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ആണ് വോൺ ഗിർക്സ് ഡിസീസ്. ടൈപ്പ് 2 ആണ് പോംബേസ് ഓർ പോംസ് ഡിസീസ്. ടൈപ്പ് 3 ആണ് കോറി. ആൻഡ് ടൈപ്പ് 4 ആണ് ആൻഡേഴ്സൺ ഡിസീസ്. ആൻഡ് ടൈപ്പ് 5 മക്കാഡിൽസ് ആണ്. ടൈപ്പ് 6 എന്ന് പറയുന്നത് ഹേഴ്സ് ആണ്. ആൻഡ് ടൈപ്പ് 7 ടാരുവീസ് ആണ്. ടാരുവീസ് ഡിസീസ്. സോ ഇതാണ് ടൈപ്പ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് GSD? ഈ പറഞ്ഞ രോഗങ്ങൾ, ഡിസോർഡേഴ്സ് എല്ലാം തന്നെ ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ്. ജനറ്റിക് മെറ്റബോളിക് ഡിഫക്ട്സ് ഓർ ഡിസോർഡേഴ്സ് ആണ്. എവിടെയാണ് ഉണ്ടാകുന്നത്? കൺസേൺഡ് വിത്ത് സിന്തസിസ്. ഒന്നുകിൽ സിന്തസിസ് ആകാം. കൺസേൺഡ് വിത്ത് ദ സിന്തസിസ് ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജന്റെ സിന്തസിസും ബ്രേക്ക് ഡൗൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നത് ഗ്ലൈക്കോജെനസിസ് ആണ്. ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഗ്ലൈക്കോജീനോലൈസിസ്. സോ ഈ പാത്വേയിൽ, ഇതിന്റെ പാത്വേയിലും സോ ഗ്ലൈക്കോജൻ മെറ്റബോളിക് പാത്വേ നമുക്ക് പറയാം. ഗ്ലൈക്കോജൻ മെറ്റബോളിക് പാത്വേയിൽ ഉണ്ടാകാവുന്ന എൻസൈംസിന്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ജനിതകപരമായ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ നോർമൽ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഓർ അബ്നോർമൽ. അമിതമായിട്ട് അടിഞ്ഞുകൂടുമ്പോൾ അതിനെ നമ്മൾ അബ്നോർമൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇവിടെ ആൻഡ് എക്സസീവ്, അമിതമായിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിഷൻ ഉണ്ടാകും. ഡെപ്പോസിഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇൻ ഓർഗൻസ്. മോർ ക്വാണ്ടിറ്റി, കൂടുതലായിട്ട് അടിഞ്ഞുകൂടുകയാണ് നോർമലായിട്ട്. സോ ഓർഗനുകളിൽ ഗ്ലൈക്കോജൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ എന്ത് പറ്റും? ഓർഗൻസ് വലുതാകും. അപ്പോൾ നമുക്കതിനെ മൊത്തത്തിൽ ഓർഗാനോമെഗാലീസ് ഉണ്ടാകും. ഓർഗാനോമെഗാലി, ലിവറിലാണെങ്കിൽ ഹെപ്പറ്റോമെഗാലി എന്ന് പറയും. സോ ഇതാണ് ഒരു പ്രശ്നം ഉണ്ടാകുക, ഓർഗാനോമെഗാലി. രണ്ടാമത്തെ പ്രശ്നം, ഈ ഗ്ലൈക്കോജനിൽ നിന്ന് വേണം നമുക്ക് അടിയന്തരമായിട്ടൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കി എടുക്കാൻ, അല്ല നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത്, ഫാസ്റ്റിംഗ് സമയത്ത്. സോ അതുണ്ടാവുക, അതുണ്ടാവില്ല. അതുണ്ടാവാത്തപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം. സോ ബ്ലഡ് ഷുഗർ ലെവല് വേണ്ടി വന്നാൽ ഉയർത്താൻ പറ്റാത്ത ഒരവസ്ഥ വരാം എന്നുള്ളതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ താഴും. സോ നമ്മൾ പറയുന്ന രോഗങ്ങളിലെല്ലാം തന്നെ ഓർഗാനോമെഗാലിയോ ഹൈപ്പോഗ്ലൈസീമിയോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മസിലിനാണ് പ്രശ്നമെങ്കിൽ, മസിലിലെ ഗ്ലൈക്കോജൻ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവണം എന്നില്ല. സോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഫുഡ് അടിക്കുന്നു, ലഭിച്ച ഗ്ലൂക്കോസ്, നമുക്ക് ഗ്ലൂക്കോസ് ധാരാളം കിട്ടി. ആൻഡ് ഈ ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു? ഇതിൽ നിന്ന് നമ്മൾ ATP ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലൈക്കോലിസിസ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് ഗ്ലൈക്കോലിസിസ്, ATP ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് അമിതമായിരുന്നു. കൂടുതലാണെങ്കിൽ മോർ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ തൽക്കാലം പിന്നീട് എടുക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ലിവറിൽ സ്റ്റോർ ചെയ്യാം, ഓർ മസിലിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ഗ്ലൈക്കോജൻ ഈ സ്റ്റോർഡ് ഫോം ആണ്. പിന്നീട് നമുക്ക് ഭക്ഷണം ലഭിക്കാത്തൊരു സമയം, ഇവിടെ ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ കരുതുക, സൂക്ഷിച്ചു വെച്ച് നമ്മൾ എടുക്കുന്നു, പൊട്ടിക്കുന്നു, അല്ലെ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വരെ ഉണ്ടാക്കുന്നു ലിവറിൽ നിന്ന്. ലിവറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലിവറിൽ വെച്ചിട്ട് ഗ്ലൈക്കോജൻ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ച് നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ്. റിവേഴ്സ്, തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് ശരീരത്തിൽ ഗ്ലൂക്കോസ് കിട്ടി, അത് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഫാസ്റ്റിംഗ് കണ്ടീഷനിൽ നടക്കുക. സോ ഈ എൻസൈമിനപ്പോൾ ഒരു ജനറ്റിക് ഡെഫിഷ്യൻസി ഉണ്ടായാൽ അപ്പോൾ ഉണ്ടാകുന്നതാണ്. എൻസൈം ആബ്സെന്റ് ആണ് എന്ന് കരുതിയാൽ അപ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ടൈപ്പ് 1A. ടൈപ്പ് 1 മാത്രമല്ല, ടൈപ്പ് 1A എന്ന് കൂടി എഴുതാം. ടൈപ്പ് 1A GSD ആയിട്ടുള്ള വോൺ ഗിർക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഇതാണ്. സോ വോൺ ഗിർക്സ് ഡിസീസ് ഈസ് ജനറ്റിക് ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൂക്കോസ് 1,6 ഫോസ്ഫറ്റേസ് എൻസൈം. കുട്ടി 3 to 4 മാസം ആകുമ്പോഴത്തേക്കും, ഓൺസെറ്റ് ഈസ് 3 to 4 months, ജനിച്ച് 3 to 4 മാസം ആകുമ്പോഴത്തേക്കും പ്രശ്നം ആരംഭിക്കും. ആൻഡ് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത് മസിലിൽ പണ്ടേ ഇല്ല, സ്വതവേ ഇല്ല. കാരണം അവിടെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നില്ല മസിലിൽ. സോ ദർ ഈസ് നോ മസിൽ ഇൻവോൾവ്മെന്റ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോ മസിൽ ഇൻവോൾവ്മെന്റ്. മസിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നോ മസിൽ ഇൻവോൾവ്മെന്റ്. സോ എൻസൈം ഉള്ളത് ലിവറിലാണ്. സോ ദിസ് ഈസ് എ ലിവർ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്. സോ ദിസ് ഈസ് എ ലിവർ GSD ആണ് എന്ന് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. സോ ലിവറിൽ ഈ സംഭവം ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്, അല്ലെ. ഗ്ലൂക്കോസ് ഉണ്ടാകുന്നില്ല. ഫാസ്റ്റിംഗ് സമയത്ത് ഗ്ലൈക്കോജനിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ എന്തുണ്ടാകും? അപ്പോൾ ഉണ്ടാകുന്ന പണ്ട്
കണ്ടീഷൻ, ഹൈപ്പോഗ്ലൈസീമിയ കണ്ടീഷനാണ്. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നു. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയയാണ്. ഡിക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ ഈ എൻസൈം ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അടിഞ്ഞുകൂടും അല്ലെ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. ഗ്ലൈക്കോജനെ ആദ്യം ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്ന ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ സ്റ്റോപ്പ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ദ ഗ്ലൈക്കോജിനോലൈസിസ്. ഗ്ലൈക്കോജനെ പൊട്ടിക്കുന്ന പരിപാടി ഇങ്ങോട്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ്, അതിന് വേറൊരാളെയും കൂടി ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഗ്ലൂക്കോനിയോജെനിസിസിലും ഈ സ്റ്റെപ്പ് ആവശ്യമുണ്ട്. സോ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് വെച്ചാൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയും തടയാൻ പറ്റും. സോ എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് നമ്മൾ മാറ്റി കുറച്ചും കൂടി കൂടുതൽ സിവിയർ ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ എന്നാക്കി. അടിഞ്ഞുകൂടിയ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് വേറൊരാൾ കൂടിയാകാം. അതാണ് അസറ്റൈൽ കോ എ എന്ന് കൂടി സംഭവം ഉണ്ടാകാം. അസറ്റൈൽ കോ എ കൂടുതലായിരിക്കും. അസറ്റൈൽ കോ എ കൂടുമ്പോഴത്തേക്കും അസറ്റൈൽ കോ എ മറ്റു പല സ്റ്റെപ്പുകളിലേക്ക് പോകും. ഒന്ന് കൊളസ്ട്രോൾ സിന്തസിസിനകത്തേക്ക് പോകാം, ഒന്ന് ഫാറ്റി ആസിഡ് സിന്തസിസിനകത്തേക്കും വർദ്ധിക്കാം. സോ ഫാറ്റി ആസിഡ്സ് കൂടുതലുണ്ടാകും, കൊളസ്ട്രോൾ കൂടുതലുണ്ടാകും. സോ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നു എന്ന് നമുക്ക് പറയാം. കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണ്? ഇൻക്രീസ്ഡ് ഇൻക്രീസ്ഡ് LDL ഒക്കെ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ വിളിക്കുക ഹൈപ്പർലിപ്പിഡീമിയ എന്ന് വിളിക്കാം. ഹൈപ്പർലിപ്പിഡീമിയ ഉണ്ടാകുന്നു. ഹൈപ്പർലിപ്പിഡീമിയ ലിവറിനകത്തും അടിഞ്ഞുകൂടി കഴിയുമ്പോൾ അവിടെ ഫാറ്റി ലിവർ ഉണ്ടാകാം. ഗ്ലൈക്കോജൻ അടിഞ്ഞുകൂടുന്നുണ്ട്. ദെൻ കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ലിവറിനകത്ത് അടിഞ്ഞുകൂടുമ്പോൾ ഫാറ്റി ലിവർ ഓർ ഹെപ്പറ്റോമെഗാലി ആയി. സോ കൊഴുപ്പ് മുഖത്തും മറ്റും അടിഞ്ഞുകൂടും. മുഖത്ത് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡോൾ ലൈക്ക്, പാവക്കുട്ടി പോലെയുള്ള ഫേസ്, ഡോൾ ലൈക്ക് ഫേസ്, ഫാറ്റ് ചീക്സ്, വീർത്തിരിക്കുന്ന മുഖം, മുഖത്തെ ചീക്സ് വലുതാകും. സോ അബ്നോർമൽ ഗ്ലൈക്കോജൻ, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ ലിവറിൽ അടിഞ്ഞുകൂടുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹെപ്പാറ്റോമെഗാലി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഹെപ്പാറ്റോമെഗാലി ഉണ്ടാകും. ആൻഡ് കിഡ്നിയിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ റീനോമെഗാലി. ലിവർ വലുതാകും, കിഡ്നി വലുതാകും, അപ്പോൾ വയറ് വീർത്തു വരും അല്ലെ. സോ പ്രൊട്രൂബ്രൻഡ് അബ്ഡോമൻ എന്ന് നമുക്ക് വിളിക്കാം. വയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നത് കാണാം. പക്ഷെ അവിടെ എന്ത് വീർത്തിട്ടില്ല? മസിലിന് പ്രശ്നമില്ല. അതേപോലെ തന്നെ സ്പ്ലീനോമെഗാലി ഇല്ല. സോ ഇത് രണ്ടും ഇല്ല എന്ന് പ്രത്യേകം ഓർക്കുക. നോ മസിൽ ഇൻവോൾവ്മെന്റ് ആൻഡ് സ്പ്ലീനോമെഗാലി ഇല്ല. സോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വീണ്ടും അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മറ്റൊരു പ്രശ്നം, ഇതിന് HMP ഷണ്ടിലേക്ക് പോകാം. HMP ഷണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് റൈബോസ് 5 ഫോസ്ഫേറ്റ്. റൈബോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകാവുന്നത് നമുക്കറിയാം അയനോസിൻ മോണോഫോസ്ഫേറ്റ് ഒക്കെയാണ്. അയനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ പ്യൂരിൻസ് ആണ്. പ്യൂരിൻസ് കൂടുതലുണ്ടാവുന്നു. കൂടുതലുണ്ടായ പ്യൂരിൻസ് കൂടുതൽ ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു യൂറിക് ആസിഡ് ആയിട്ടാണ് മാറും. സോ അടുത്ത കണ്ടീഷൻ ഈസ് ഹൈപ്പർ യൂറിസീമിയ. ബ്ലഡ് യൂറിക് ആസിഡ് ലെവൽ കൂടുന്നു എന്നുള്ളതാണ്. യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഗൗട്ടി ആർത്രൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഗൗട്ട് ഉണ്ടാകാം, കിഡ്നി സ്റ്റോൺസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. സോ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ഓർ ഹൈപ്പർ യൂറിസീമിയ ആണ് അടുത്ത ക്ലിനിക്കൽ കണ്ടീഷൻ. ഇനി ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിസിസിലേക്ക് കടക്കാം. ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് അനേറോബിക് ആയിട്ട് കൂടുതൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകാമല്ലോ. സോ അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇൻക്രീസ്ഡ് ലാക്റ്റിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാവും. സോ യൂറിസീമിയ, ലാക്റ്റിക് ആസിഡ്. ഇനിയും ചില ആൾക്കാരുണ്ട് ക്രോണിക് ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ, ഹൈപ്പോഗ്ലൈസീമിയ സ്ഥിരമായിട്ട് വന്നു കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ലഭിക്കുന്നില്ല. അപ്പോൾ അഡ്രിനാലിൻ ആക്ടിവേറ്റഡ് ആകും, ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റഡ് ആകും, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഫ്രീ ഫാറ്റി ആസിഡ്സ് അത് സ്പ്ലിറ്റ് ചെയ്യും. ഫ്രീ ഫാറ്റി ആസിഡ് സ്പ്ലിറ്റ് ചെയ്താൽ ഉണ്ടാകുന്നത് കീറ്റോൺ ബോഡീസ് ആണ്. സോ കീറ്റോൺ ബോഡീസ് കൂടി കഴിഞ്ഞാൽ കീറ്റോൺ ബോഡീസ്, ഇൻക്രീസ്ഡ് കീറ്റോൺ ബോഡീസ് നമുക്കറിയാം. ആൻഡ് ദീസ് ഓൾ ക്യാൻ കോസ് ആസിഡോസിസ് ഉണ്ടാക്കാം. മെറ്റബോളിക് ആസിഡോസിസ്, ഹൈ ആനയോൺ ഗ്യാപ്പ് ആസിഡോസിസ് ആണ് കണ്ടീഷൻ. സോ ലിപ്പോലൈസിസ് മൂലം അപ്പോൾ എന്ത് സംഭവിക്കും? ലിപ്പിഡ്സ് കൂടുതൽ പൊട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രിമിറ്റീസ് ഒക്കെ തിന്നാകും അല്ലെ, കൈകാലുകളൊക്കെ ശോഷിക്കും എന്നുള്ളതാണ്. സോ തിൻ എക്സ്ട്രിമിറ്റീസ് ആൾക്ക് ക്ലിനിക്കലി കാണാൻ പറ്റും. കുട്ടിയാണ് നമ്മൾ പറയുന്നത്. തിൻ എക്സ്ട്രിമിറ്റീസ്, കൈകാലുകൾ ശോഷിക്കും. അതിന്റെ കൂടെ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച മുരടിച്ചു പോകുന്നു. പ്യൂബർട്ടി ഈസ് ഡിലേഡ് പ്യൂബർട്ടി ഉണ്ടാകാം. ഷോർട്ട് സ്റ്റേച്ചർ, ആളുടെ വളർച്ച നിരച്ചു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും. സോ ഇതെല്ലാം കാണാം. സോ ഇത്രയും പ്രശ്നങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ഹെപ്പാറ്റോമെഗാലി തൊട്ട് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ തൊട്ട് ഡോൾ ലൈക്ക് ഫേസ് തൊട്ടിട്ട് ആസിഡോസിസ് തുടങ്ങി ഗ്രോത്ത് റിട്ടാർഡേഷൻ, വയറ് വീർക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളുമാണ് വോൺ ഗെർഗ്സ് ഡിസീസിൽ ഉണ്ടാകുക എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നത് മോഡിഫൈഡ് സ്റ്റാർച്ച് ഒക്കെയാണ്. മോഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റാർച്ച്, കോൺ സ്റ്റാർച്ച് ഒക്കെ കൊടുക്കാം. ഫ്രീക്വന്റ് ഇടക്കിടക്ക് കൊടുക്കണം. കാരണം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാൻ പാടില്ല. ഫ്രീക്വന്റ് സ്മോൾ മീൽസ്
എന്ന് പറയും. പിന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഡയറ്റ് കൊടുക്കാം, ഗ്ലൂക്കോസ് നമുക്ക് കൊടുക്കാം, പക്ഷേ ഫ്രക്ടോസും ഗാലക്ടോസും നമ്മൾ ഒഴിവാക്കുക. ലിപ്പിഡ്സ് എന്തായാലും നമുക്ക് കുറച്ചേ പറ്റൂ, പല ഭാഗത്തും അടിഞ്ഞു കൂടുന്നുണ്ട്. ദെൻ ഹൈപ്പർയൂറിസീമിക് എല്ലപിനോൾ, ലിപ്പിഡ്സ് കുറയ്ക്കാനായിട്ട് സ്റ്റാറ്റിൻസ്, ദെൻ സിംപ്റ്റോമാറ്റിക് മാനേജ്മെന്റ്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വോൺ ഗെർഗ്സ് ഡിസീസിനെ പറ്റി പറയാനുള്ളത്. ആക്ച്വലി ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമുക്ക് ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ലിവറിനകത്താണുള്ള കാര്യമാണ് പറഞ്ഞത്. ലിവറിൽ തന്നെയുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് കയറ്റണമായിരുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തേക്ക് കയറ്റാൻ ഒരു ട്രാൻസ്പോർട്ടർ നമുക്ക് വേണം. ഈ ട്രാൻസ്പോർട്ടറിന്റെ പേര് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ട്രാൻസ്ലോക്കേസ് എന്നാണ്. എന്നാലാണ് പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റുള്ളായിരുന്നു. സോ ഇഫ് ദർ ഇസ് എ ഡെഫിഷ്യൻസി ഇൻ ദിസ് ട്രാൻസ്പോർട്ടർ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ട്രാൻസ്ലോക്കേസ് എന്ന് പറയുന്ന ഇതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഡിസോർഡർ ആണ് ടൈപ്പ് 1A അല്ല, ടൈപ്പ് 1B എന്നാണ് പറയാ. സോ ടൈപ്പ് 1B GSD ആണ്. സോ ഈ അസുഖത്തിൽ ഇവിടത്തേക്ക് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടാകും. പ്ലസ് അഡീഷണലി ന്യൂട്രോപീനിയ ഉണ്ടാകും. ന്യൂട്രോപീനിയ മീൻസ് ന്യൂട്രോഫിലിന്റെ എമൗണ്ട് കുറവാണ്. ഡിക്രീസ് ഇൻ ന്യൂട്രോഫിൽ. സോ ഡിക്രീസ് ന്യൂട്രോഫിൽ മീൻസ് റിക്കറന്റ് തുടർച്ചയായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പിടിപെടാം. ബിക്കോസ് ന്യൂട്രോഫിലാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശം, പ്രധാനപ്പെട്ട ബാക്ടീരിയലൊക്കെ തടയുന്നത് ന്യൂട്രോഫിലാണ് എന്നുള്ളത് നമുക്കറിയാം. സോ റിക്കറന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതിനുള്ള ചാൻസ് കൂടി എക്സ്ട്രാ ആയിട്ട് ഈ രോഗികളിൽ ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് 2 GSD ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് പോം ബേസ്ഡ് ഡിസീസ് ഓർ പോംസ് ഡിസീസ് ആണ്. ആൻഡ് ഇതിനെ നമുക്കൊരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആയിട്ട് കൂടി കണക്കാക്കാം. ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ കൂടിയാണ്. ആൻഡ് ഈ ഗ്ലൈക്കോജൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഗ്ലൈക്കോജൻ ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കോ. ഗ്ലൈക്കോജൻ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ. സോ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ലൈസോസോമിൽ വെച്ച് നടക്കും. മറ്റൊരു രീതിയാണ് ലൈസോസോമിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ആൻഡ് ഇത് നടക്കുന്നത് ഹാർട്ടിൽ വെച്ച്, ഹൃദയത്തിൽ വെച്ച് നടക്കും, ലിവറിൽ വെച്ച് നടക്കും, സ്കെലറ്റൽ മസിൽ, ഇവിടെയെല്ലാം ഗ്ലൈക്കോജനെ നമുക്ക് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റും. സോ അപ്പോൾ ഒരു എൻസൈം വേണം. എൻസൈം വേണ്ടത് ലൈസോസോമൽ ആസിഡ് മാൾട്ടേസ് ആണ്. ലൈസോസോമൽ ആസിഡ് മാൾട്ടേസ് ആണ് വേണ്ടത്. ഇതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് ആൽഫ 1,4 ഗ്ലൂക്കോസിഡേസ് ഓർ ഗ്ലൂക്കോസൈഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് വേണ്ടത്. സോ അപ്പോൾ ഡിഫക്ട് ഈസ് ഇൻ ദിസ് എൻസൈം ആസിഡ് മാൾട്ടേസ് ഓർ ആൽഫ 1,14 ഗ്ലൂക്കോസിഡേസ്. അവിടെയാണ് പ്രശ്നം. സോ ജനിച്ച് മിക്കവാറും ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കും. സോ ഇവിടെ ഗ്ലൈക്കോജൻ അടിഞ്ഞുകൂടുന്നത് ലിവറിൽ അടിഞ്ഞുകൂടാം, സ്കെൽറ്റൽ മസിൽ അടിഞ്ഞുകൂടാം, പ്രത്യേകിച്ച് ഹാർട്ടിൽ അടിഞ്ഞുകൂടാം. സോ പോംസ് ഹൃദയവുമായിട്ടാണ് കൂടുതൽ പ്രശ്നം ഉള്ളത് എന്നോർത്തിരിക്കുക. ആൻഡ് ഇത് ഏർലി ഓൺസെറ്റ് ആണെങ്കിൽ, ഏർലി ഓൺസെറ്റ് എന്ന് വെച്ചാൽ ജനിച്ച ഉടനെ വേഗം വരികയാണെങ്കിൽ ഏർലി ഓൺസെറ്റ് ഈസ് വെരി വെരി സിവിയർ ആണ്. ഒരു 2 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ. ലേറ്റ് ഓൺസെറ്റ് ആണെങ്കിൽ അത്ര സിവിയർ അല്ല, സിവിയറിറ്റി കുറവാണ് എന്നുള്ളത്. സോ പ്രശ്നം എന്താണ്? പ്രശ്നം ഹൈപ്പോട്ടോണിയാണ്. ഹൈപ്പോട്ടോണിയ എന്ന് വെച്ചാൽ ഡിമിനിഷ്ഡ് മസിൽ ടോൺ, ഡിക്രീസ്ഡ് മസിൽ ടോൺ കുറവാണ് എന്നുള്ളതാണ്. സോ മയോപ്പതിയും ഉണ്ടാകും, മയോപ്പതി ഓൾസോ. അപ്പോൾ ജനറലൈസ്ഡ് മസിൽ വീക്ക്നെസ്, മൊത്തത്തിൽ മസിൽ വീക്ക്നെസ് ആണെങ്കിൽ അപ്പോൾ കുട്ടി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോപ്പി ഇൻഫന്റ് അപ്പിയറൻസ് എന്നാണ് നമ്മൾ ആ കണ്ടീഷന് പറയാം. അപ്പോൾ ഹൃദയത്തിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഹൃദയത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ഹൃദയത്തിൽ കാർഡിയോമയോപ്പതി ഉണ്ടാകാം. ആൻഡ് ഓൾസോ കാർഡിയോമെഗാലിയും ഉണ്ടാകും. സോ മരണകാരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ലിവറിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ പഴയ ഹെപ്പാറ്റോമെഗാലി ഉണ്ടാകും. ദെൻ നാക്ക് എൻലാർജ്ഡ് ആണ്. ടങ്ങിന് പ്രശ്നമുണ്ട്. ടങ് ഈസ് എൻലാർജ്ഡ് ആണ്. ഫുഡ് കഴിക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ട്. ഫുഡ് കാര്യമായിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല. ഫെയിലിയർ ടു ത്രൈവ്, വളർച്ച, വെയിറ്റ് ഗെയിൻ ഒക്കെ കുറവാണ്. ശ്വാസം പിടിക്കാനും പ്രശ്നമാണോ? ശ്വാസം അവിടെ ഡയഫ്രം ഇസ് സ്കെൽറ്റൽ മസിലാണ്. സോ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ദെൻ കേൾവി കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇതാണ് പോംസ് ഡിസീസ്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റീകോമ്പിനന്റ് ആയിട്ടുള്ള എൻസൈം നമ്മൾ ആൽഫ ഗ്ലൂക്കോസിഡേസ് അങ്ങ് കൊടുത്താൽ മതി. അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. മൂന്നാമത്തത് ടൈപ്പ് 3 GSD ഈസ് കോറീസ് ഡിസീസ് ആണ്. ഓർത്തിരിക്കാൻ സുഖമാണ്. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ABC ആണ്. സോ കോറീസ്, ഇതിന് മറ്റൊരു പേര് ഫോർബ്സ് എന്നുകൂടി പേരുണ്ട്, ഫോർബ്സ് ഡിസീസ്. സോ പ്രശ്നം എവിടെയാണ്? സി കഴിഞ്ഞാൽ പിന്നെ ഡി ആണ്. പ്രശ്നം ഈസ് ഇൻ ഡി ബ്രാഞ്ചിങ് എൻസൈം ഇല്ല എന്നുള്ളതാണ്. ഡി ബ്രാഞ്ചിങ് എൻസൈം ഡെഫിഷ്യൻസി ആണ് പ്രശ്നം. അപ്പോൾ നമുക്കറിയാം ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത്. സോ ഗ്ലൈക്കോജൻ പൊടിച്ച് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ഡി ബ്രാഞ്ച് ചെയ്യേണ്ടി വരും. ഈ ബ്രാഞ്ചുകൾ മാറ്റേണ്ടി
മാറ്റേണ്ടി വരും. സോ ഗ്ലൈക്കോജൻ നമ്മൾ പൊടിക്കുമ്പോൾ ഗ്ലൈക്കോജീനോലൈസിസ് ചെല്ലുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്നത് ഒരു ലിമിറ്റ് ഡെക്സ്ട്രിൻ ആണ്. ലിമിറ്റ് ഡെക്സ്ട്രിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രാഞ്ച് മാറ്റുകയാണ്, എന്നിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി കിട്ടുക. സോ അപ്പോൾ ഇവിടെ ലിമിറ്റ് ഡെക്സ്ട്രിൻ നമുക്ക് മുറിക്കണമെങ്കിൽ നമുക്ക് ഡീ ബ്രാഞ്ചിങ് എൻസൈം നമുക്ക് ആവശ്യമാണ്. ഡീ ബ്രാഞ്ചിങ് എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ അമൈലോ ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസ് ആണ്. ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമുക്ക് വേണ്ടതാണ് ഡീ ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത്. സോ ഇത് ഇല്ല, ഡീ ബ്രാഞ്ചിങ് എൻസൈമിൽ ഡെഫിഷ്യൻസി ഉണ്ട്, തകരാറുണ്ട്. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ലിമിറ്റഡ് ഡെക്സ്ട്രിൻ ഉയരും അല്ലെ. ലിമിറ്റഡ് ഡെക്സ്ട്രിൻ ഈസ് ആൻ അബ്നോർമൽ ഗ്ലൈക്കോജൻ ആണ്. അതിനെ നമ്മൾ ലിമിറ്റഡ് ഡെക്സ്ട്രിനോസിസ് എന്ന് നമ്മൾ വിളിക്കും. സോ അബ്നോർമൽ ആയിട്ടുള്ള ലിമിറ്റഡ് ഡെക്സ്ട്രിൻ പോലുള്ള ഗ്ലൈക്കോജൻ ഡെപ്പോസിഷൻ ഉണ്ടാകുന്നു. സോ ദർ ഈസ് ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും. ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ കാരണം ഗ്ലൈക്കോജൻ പിടിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അബ്നോർമൽ ആയിട്ടുള്ള സാധനമാണ് അവിടെ കിടക്കുക. സോ അപ്പോൾ സാധാരണ രീതിയിൽ ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഗ്ലൂക്കഗോൺ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്ലൂക്കഗോൺ കൊടുക്കുക. പക്ഷേ ഇവിടെ ഗ്ലൂക്കഗോൺ കൊടുത്താലും ഉയരാത്ത ഹൈപ്പോഗ്ലൈസീമിയയാണ് എന്നുള്ളതാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉയരില്ല. അപ്പോൾ ലിവറിനകത്തും മസിലിനകത്തും ഈ സംഭവം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഗാലി ഉണ്ടാകും. സോ ലിവറിനകത്താകുമ്പോൾ ഹെപ്പറ്റോമെഗാലി, മസിലിനകത്താകുമ്പോൾ മസിലും എൻലാർജ്മെന്റ് ഉണ്ടാകും. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ടൈപ്പ് 4 GSD എന്ന് പറയുന്നത് ആൻഡേഴ്സൺസ് ഡിസീസ് ആണ്. ആൻഡ് ഇവിടെ പ്രശ്നം ഈസ് ഇൻ ഗ്ലൈക്കോജൻ സിന്തസിസിലാണ്, ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നതിലാണ് പ്രശ്നം. അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ, ഇങ്ങനെ ഇരിക്കുന്ന അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജനെ നമുക്ക് ബ്രാഞ്ച്ഡ് ആക്കണം. ബ്രാഞ്ച്ഡ് ആക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രാഞ്ച്ഡ് ആക്കാൻ. സോ അപ്പോൾ ഇതാണ് ശരിക്കും ഗ്ലൈക്കോജൻ അല്ലെ. ഈ ശരിക്കും ഗ്ലൈക്കോജൻ ആക്കാനായിട്ട് നമുക്ക് വേണ്ട എൻസൈമാണ് 4,6 ഗ്ലൂക്കോസൈൽ 4,6 ട്രാൻസ്ഫറേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. ഗ്ലൂക്കോസൈൽ 4,6 ട്രാൻസ്ഫറേസ് ആൻഡ് ദിസ് ഈസ് ദ ബ്രാഞ്ചിങ് എൻസൈം. സോ അപ്പോൾ എ ആൻഡേഴ്സണിൽ പ്രശ്നം, ബി ആണ് ബ്രാഞ്ചിങ് എൻസൈം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ബ്രാഞ്ച്ഡ് അല്ല, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമൈലോപെക്റ്റിൻ പോലെ ഇരിക്കും. സോ അതുകൊണ്ട് അമൈലോപെക്റ്റിനോസിസ് എന്നും പേരുണ്ട്. സോ ഗ്ലൈക്കോജൻ ഈസ് ഹിയർ ഓൾസോ അബ്നോർമൽ ഗ്ലൈക്കോജൻ ആണ്, ഒറിജിനൽ ഗ്ലൈക്കോജൻ അല്ല, അബ്നോർമൽ ആണ്. ലിവർ ആൻഡ് ഓൾസോ മസിൽ, ഇവിടെയും രണ്ടിനെയും ബാധിക്കാം, രണ്ടിലും എൻലാർജ്മെന്റ് ഉണ്ടാകും. ലിവറിൽ ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കുറേ നാളാകുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇസോഫാജിയൽ വേരിസസ്, അവിടെ ഇസോഫാജിസിനകത്ത് ബ്ലീഡിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ദെൻ കുറേ നാൾ കഴിയുമ്പോൾ ലിവർ സിറോസിസ് ഉണ്ടാകാം. എങ്കിലും ഉടൻ മരണകാരണമാവുന്ന പ്രൊഫൗണ്ട് പ്രശ്നങ്ങളൊന്നും ഈ രോഗത്തിലില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് 5 GSD മെക്കാഡിൽസ് ഡിസീസ് ആണ്. മെക്കാഡിൽസ് ഡിസീസ് ആണ് മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഇൻ അഡൽട്സ് ആൻഡ് അഡോളസൻസ്. അഡൽട്സിലും അഡോളസൻസിലും ഏറ്റവും കൂടുതലുള്ള GSD ഏതാണെന്ന് ചോദിച്ചാൽ അത് മെക്കാഡിൽസ് ആണ്. ഇവിടെ പ്രശ്നം എം ഈസ് ഫോർ മസിൽ ആണ് പ്രശ്നം. എം ഫോർ മസിൽ ഓർ മയോ എന്നും നമുക്ക് എഴുതാം. സോ പ്രോബ്ലം ഈസ് മയോഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ല. മയോഫോസ്ഫോറൈലേസ് ഓർ അല്ലെങ്കിൽ മസിൽ ഗ്ലൈക്കോജൻ, മസിലുള്ള ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഓൺലി ഈസ് ഇൻ മസിൽ എൻലാർജ്മെന്റ് ആണ് പ്രശ്നം. മസിൽ എൻലാർജ്മെന്റ് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഉള്ളത് എടുക്കുന്ന എനർജി സ്റ്റോർഡ് ATPയിൽ നിന്നായിരിക്കും, ഒരു സെക്കൻഡ്സ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫോസ്ഫോക്രിയാറ്റിനിൻ, അതിൽ നിന്നുള്ള ATP ആയിരിക്കും നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ അനൈറോബിക് ഗ്ലൈക്കോളിസിസ് വഴി എനർജി, അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഒക്കെ വർദ്ധിക്കും. ദെൻ പിന്നീട് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് വഴിയുണ്ട്. ദെൻ പിന്നെ എയറോബിക് ഗ്ലൈക്കോളിസിസ് വഴിയായിരിക്കും. സോ ഇതാണ് സാധാരണ സംഭവിക്കുക. സോ ഇവിടെ പ്രശ്നം എക്സസൈസ് ഇൻടോളറൻസ്. പേഷ്യന്റ് ഹാവ് എക്സസൈസ് ഇൻടോളറൻസ് ആണുള്ളത് മെക്കാഡിൽസ് ഡിസീസിലുള്ളത്. ബ്ലഡ് എത്തിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും എനർജി കിട്ടും. അപ്പോൾ ആദ്യം കുറച്ചു നേരം എനർജി കിട്ടാതെ വരുന്നു, പിന്നെ എനർജി കിട്ടുന്നു. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് വിൻഡ് ഫിനോമിനൻ എന്നാണ് സാധാരണ, സെക്കൻഡ് വിൻഡ് ഫിനോമിനൻ. സോ എക്സസൈസ് ഇൻടോളറൻസ് വിത്ത് സെക്കൻഡ് വിൻഡ് ഫിനോമിനൻ ഉള്ളത് മെക്കാഡിൽസ് ഡിസീസിലാണ്. അപ്പം അതുകൊണ്ട് മസിലിനാണ് പ്രശ്നം. മസിൽ ക്രാംസ് ഉണ്ട്. മസിൽ തകർന്നാൽ റാബ്ഡോമയോലൈസിസ് ഉണ്ടാകാം. റാബ്ഡോമയോലൈസിസ് വന്നു കഴിഞ്ഞാൽ യൂറിൻ ക്യാൻ ഹാവ് ബർഗണ്ടി കളർ ഉണ്ടായിരിക്കാം, യൂറിന്റെ കളർ, ബിക്കോസ് മയോഗ്ലോബിനൂറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഇതാണ് മെക്കാഡിൽസ് ഡിസീസ് എന്ന് പറയുന്നത്, ടൈപ്പ് 5 GSD. ഇനി ടൈപ്പ് 6 GSD ഹേഴ്സ് ഡിസീസ് ആണ്. ഹേഴ്സ് ഡിസീസിൽ ഇവിടെയും ഫോസ്ഫോറിലേസ് തന്നെയാണ് ഇല്ലാത്തത്, പക്ഷേ മസിൽ
അല്ല, അതില്ലാത്തത് ലിവറിലാണ് എന്നുള്ളതാണ്. സോ ഹെപ്പാറ്റിക്, ലിവറിലുള്ള ഹെപ്പാറ്റിക് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ഇല്ല, ഫോസ്ഫോറിലേസ് ഇല്ല. മറ്റേതിൽ മസിലായിരുന്നു, ഇവിടെ ലിവറിലാണ്. പക്ഷെ ഇവിടെ ഗ്ലൂക്കോനിയോജെനിസിസോ ഗ്ലൂക്കോനിയോജെനിസിസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അത് നോർമലാണ്. അപ്പം അതുകൊണ്ട് നോ ഹൈപ്പോഗ്ലൈസീമിയ, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ കഠിനമല്ല, മൈൽഡ് ഹൈപ്പോഗ്ലൈസീമിയ മാത്രമേ ഉള്ളൂ. ഓർ മൈൽഡ് ടു മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയ മാത്രമേ ഉള്ളൂ. പക്ഷെ ലിവറിലാണ്, അതുകൊണ്ട് ലിവർ എൻലാർജ്മെന്റ് ഉണ്ട്. സോ ഹെപ്പാറ്റോമെഗാലി ഉണ്ട്, ഹെപ്പാറ്റോമെഗാലി ഈസ് ദർ, ലിവർ എൻലാർജ്മെന്റ് ഉണ്ട്. പിന്നെ ടൈപ്പ് 7 ഈ സ്റ്റാരൂയിസ് ആണ്, GSD സ്റ്റാരൂയിസ് ആണ്. ഇവിടെ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ പ്രശ്നമല്ല, ഇവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന എൻസൈം ഈസ് ഫ്രക്ടോകൈനേസ് ആണ്. ഫ്രക്ടോകൈനേസിലാണ് പ്രശ്നം, അല്ലെങ്കിൽ PFK1 എന്ന് പറയുന്ന എൻസൈം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സോ ഇപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന് മസിലാണ്, ഒന്ന് RBCയിലാണ്. മസിലാണ് കൂടുതൽ പ്രശ്നം. സോ ഗ്ലൈക്കോജൻ അവിടെ സ്റ്റോർ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. മസിൽ എൻലാർജ്മെന്റ്, സോ ദർ ഈസ് മസിൽ എൻലാർജ്മെന്റ് ഉണ്ട്. ആൻഡ് ഇവിടെ പ്രോസസ് നടക്കുന്നത് നമുക്കറിയാം, അനബോളിക് ഗ്ലൈക്കോളിസിസിലാണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്. സോ ഇത് നടക്കുന്നില്ല. സോ എക്സസൈസ് ഇൻടോളറൻസ് ഉണ്ട്. സോ ദർ ഈസ് എക്സർസൈസ് ഇൻടോളറൻസ് ഉണ്ട്. ഗ്ലൈക്കോളിസിസ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. സോ സെക്കൻഡ് വിൻ ഫിനോമിനൻ ഉണ്ടോ? സെക്കൻഡ് വിൻഡ് ഫിനോമിനൻ ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ ആൻഡേഴ്സണിൽ പറഞ്ഞത് സെക്കൻഡ് വിൻ ഫിനോമിനൻ ഇല്ല. സോ വിത്തൗട്ട് സെക്കൻഡ് വിൻ ഫിനോമിനം ദർ ഈസ് എക്സസൈസ് ഇൻടോളറൻസ് ഉള്ളത് സ്റ്റാരൂയിസിലാണ്. സോ മസിൽ ക്രാമ്പ് ഉണ്ടാകും, മസിൽ ക്രാംസ് ഉണ്ടായിരിക്കും. RBCയിൽ RBCs ആർ ടോൺ RBC ആൻഡ് ഹീമോലിറ്റിക് അനീമിയ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യൂറിനിൽ ബർഗണ്ടി കളറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഫ്രക്ടോസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫ്രക്ടോസ് റിച്ച് ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കണ്ടീഷൻ വേഴ്സ് ആകും എന്നുള്ളതാണ്. മസിലൊക്കെ എക്സസൈസ് ഇൻടോളറൻസ് ആണ്, അപ്പോൾ ജ്യൂസ് ഇത്തിരി കുടിച്ചേക്കാന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ഇനി GSD 0 ഉണ്ട്, 8, 9, 10 ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഈ 7 വെച്ച് നിർത്താം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് glycogen storage diseases. So thank you for watching.